ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാൽ കപ്പയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പാൽ കപ്പ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം കപ്പയാണ് എടുത്തേക്കുന്നത്. അതിനെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് ചെറുതായിട്ട് അരിയത്തില്ല. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനു മുമ്പ് ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലോട്ട് ഇതിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് 10-20 മിനിറ്റ് വേവുണ്ട്. ഇപ്പോഴത്തെ കപ്പയ്ക്കൊന്നും അധികം വേവില്ല, എന്നാലും 10-20 മിനിറ്റ് വേവുണ്ട്. ഇതിന് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കപ്പയെല്ലാം തന്നെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുത്ത് വെക്കാം. ഇതിനി നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ പാല് മിക്സിയിൽ നിന്ന് അടിച്ച് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. കപ്പ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 4 പച്ചമുളക്, ചെറിയ ഉള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തത്, ശകലം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് മീഡിയം ഗ്യാസിലായിരിക്കണം. ഇതിപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത് മീൻകറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതുവരെ ഉപ്പിട്ടില്ല. ഇതിനകത്തിൽ മഞ്ഞളൊന്നും ഇടത്തില്ല. ഈ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എരി വേണമെങ്കിലും ഇതിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് ശകലം പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന പാലിൽ 1/2 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഇവിടെ കുറുകി വരും. ഗ്യാസ് മീഡിയത്തിലായിരിക്കണം, ഒത്തിരി ഹൈ ആക്കരുത്. അപ്പോൾ ഇതെല്ലാം റെഡിയായി. നമുക്കിതിനെ ഒന്ന് ഇനിയും മാറ്റി വെച്ചിട്ട് കടുക് വറക്കാം. 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 സ്പൂണ് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഏറ്റവും ലാസ്റ്റിൽ വറ്റൽമുളക് ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇത് സാധാരണ മീൻകറിയുടെ ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.